ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാനവീയം വീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് കാണാൻ പറ്റും, ഇവിടെ ഒരു വലിയൊരു മേള നടക്കുകയാണ്. നമ്മളെ ഒക്ടോബർ മാസം 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മേള. ഈ മേള എന്ന് പറഞ്ഞാൽ ഏതിനാണ്? കേരള വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കാനനകാന്തി എന്നാണ് ഈ പ്രോഗ്രാമിന്, ഈ മേളയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ് ഒക്ടോബർ 3 മുതൽ 8 വരെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളും ഇവിടുത്തെ വിഷ്വൽസും ഒക്കെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളുണ്ട്, സ്റ്റാളുകളുണ്ട്. ഇന്ന് മുതലാണ് തുടങ്ങിയത്. ഇന്നായിരുന്നു ഇനാഗുറേഷൻ, കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് സ്റ്റാളുകളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ശാന്തിഗിരിയാണ് പോയത്. ശാന്തിഗിരിയും ഇതുപോലുള്ള ഒരു വലിയൊരു മേള നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മേളയുടെ വിശേഷങ്ങളിലേക്ക് പോകാൻ. ഈ കാനനകാന്തി എന്ന് പറയുന്ന ഈ മേളയിൽ ഫുഡ് കോർട്ടുണ്ട്, പിന്നെ ചർച്ചകളുണ്ട്, അവരുടെ സെമിനാറുകളുണ്ട്, പിന്നെ ഷോർട്ട് ഫിലിം പ്രദർശനമുണ്ട്, പിന്നെ വിപണന സാധനങ്ങളുണ്ട്, പിന്നെ അവരുടെ വന്യജീവി സ്ഥലങ്ങളിലെടുത്ത് പിക്ചറിൻ്റെ പ്രദർശനമുണ്ട്, പിന്നെ സ്റ്റേജ് പരിപാടി. എല്ലാ ദിവസവും തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജ് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നും വയലിനായിരുന്നു സ്റ്റേജ് പരിപാടി. ഇത്ര തന്നെ. ഓക്കെ, അങ്ങനെ നിരവധി പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു അടിപൊളി മേളയാണ് നമ്മുടെ മാനവീയം വീതിയിൽ നടക്കുന്നത്. മാനവീയം വീതി നമുക്കറിയാം, എപ്പോഴും ആൾക്കാർ രാവിലെയും രാത്രിയും എല്ലാം ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഈ മേള നടക്കുന്നത്. ഒരുപാട് സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സ്റ്റേജ് പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നാടൻ പാട്ടും അതുപോലെ സെമിനാറുകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതുപോലെ വിവിധ കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. മെയിനായിട്ട് പിന്നെ പറയാനുള്ളത്, പുസ്തക സ്റ്റാളുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടെ നിന്ന്. അതുപോലെ തന്നെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സ്റ്റാളുകൾ. പിന്നെ ഉള്ളത് ഫോട്ടോ പ്രദർശനം. ഒരു സൈഡിൽ ഫോട്ടോകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസും അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയ ഫോട്ടോസ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നും വയലിൻ ഫ്യൂഷനായിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ കേട്ട് നിന്നുപോയി. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ നാളെയും ബാക്കിയുള്ള ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ നോട്ടീസ് വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ, ഡ്രൈവിലിട്ടേക്കാം. ഓക്കെ, എന്തായിരുന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മേളകളും ഇൻ്റർവ്യൂ ഒക്കെയാണ് ഈ ചാനലിൽ വരുന്നത് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വിശേഷമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.